പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയത്? നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 വൃശ്ചികമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന്. ഒന്നെന്താണ്? ഭഗവത്ഗീതാ ദിനമാണ്. ഡിസംബർ 1-ാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട്, തൻ്റെ മുത്തശ്ശന്മാരെ കണ്ട്, തൻ്റെ പിതാക്കളെ കണ്ട് തേർതടിൽ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ്, ഔഷധമാണ് ഭഗവത്ഗീത. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത്. യുദ്ധത്തിൽ മുത്തച്ഛനില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി. അതാണ് ഭഗവത്ഗീത. അതിനാൽ നാളത്തെ ദിനം, ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു. ഏകാദശി വ്രതമെടുക്കുന്നു, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ്. അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിലില്ല, മിഥുനത്തിലില്ല, കർക്കിടകത്തിൽ വ്യാഴമുണ്ട്, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളില്ല, തുലാത്തിൽ ബുധനാണ്, 8-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. വ്യാഴത്തിന് വക്രിയുമാണ്. അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളെന്ന വിഷയം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ 2-ൽ രാഹു, 3-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ. ഇവിടെ മകരൻ രാശിക്കാർക്ക് പ്രായം ഈ വാരം വളരെ അനുകൂലമാണ്. 7-ൽ വ്യാഴമുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു ശാശ്വതമായ പരിഹാരം തരാൻ ഈ വാരമൊക്കെ അനുകൂലമായിരിക്കും. ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. പലപ്പോഴും ബാങ്കിൻ്റെ ആശീർവാദങ്ങൾ ലഭിക്കുക, ഹൗസിംഗ് ലോൺ തരപ്പെടുത്തുക, അല്ലെങ്കിൽ യാത്രക്കുള്ള തീരുമാനങ്ങൾ വരിക. ഇവിടെ യാത്രാപതിയാഗ്രഹം വളരെ ബലവാനാണ്. ചന്ദ്രൻ ഉച്ചസ്ഥാനത്തേക്ക് പോവുകയാണ്. വളരെ സുഖകരമായൊരു യാത്ര പ്ലാൻ ചെയ്യാം. 7-ൽ വ്യാഴമുള്ളപ്പോൾ അങ്ങനെയാണ്. സൗമ്യേ, വിവാഹ ഘടന, 7-ാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. നഷ്ടാർത്ഥ ലാഭ, തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ച് ലഭിക്കും. സുധൃം ഭോഗാവാപ്തി, നല്ല സ്ത്രീയുടെ ഭോഗസുഖങ്ങൾ ലഭിക്കും. അവിടെ ഒരുപക്ഷെ നാട്ടിൽ വന്നാൽ ഭാര്യാസുഖം ലഭിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള പ്ലാനുകൾക്കൊക്കെ വളരെ അനുകൂലമാണ്. കാരണം മകരൻ രാശിയുടെ 7-ാം ഭാവം കർക്കിടകൻ രാശിയാണ്. അവിടെ ഇന്ന് വ്യാഴമുണ്ട്. 7-ാം ഭാവാധിപനായ ചന്ദ്രൻ ഭാവാൽ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ജലചരത അനുഭോക്ത. അതിനാൽ തൻ്റെ ഫാമിലിയെയും തൻ്റെ ഭാര്യ സന്താനങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു വിദേശയാത്ര, അവിടെ സെറ്റിൽഡ് ആവുക, അല്ലെങ്കിൽ ഫോർ എ ഷോർട്ട് വിസിറ്റ് വന്നാൽ വളരെ നന്നായി. നല്ല സ്ഥലത്ത് താമസിക്കുക, ഒരു തീർത്ഥാടനം ചെയ്യുക, അല്ലെങ്കിൽ വിദേശ യാത്രകൾ ചെയ്ത് തങ്ങളുടെ ഫാമിലി ലൈഫിനെ മനോഹരമാക്കി തീർക്കാൻ ഈ ഒരു
വാരം മകരൻ രാശിക്കാരെ സഹായിക്കുന്നതാണ്. കർമ്മമേഖലയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ കർമ്മസ്ഥാനത്ത് ബുധനാണ്. മിതം സംവദേത് നോമിതം സംലഭ്യത. ഇച്ചിരി സംസാരിക്കും, ധാരാളം ലഭിക്കും. പ്രസാദേതരാവാദി സൗരാജ്യവൃത്തി. നല്ല രാജ്യത്തിൻ്റെ വൃത്തി കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് വളരെ നല്ലതാണ്. തനിക്ക് തന്നോട് ഇഷ്ടമുള്ളവരും അനിഷ്ടമുള്ളവരും ഒക്കെ തന്നെ വന്നാലും ബുധന് പ്രശ്നമൊന്നുമില്ല. ബുധോ കർമ്മകേ പൂജനീയോ വിശേഷാൽ. ഒരു വ്യക്തിക്ക് വിശേഷപ്പെട്ട് പൂജാർഹരാകുന്ന സമയമാണ്. തന്നെ മറ്റുള്ളവർ പൂജിക്കുന്നൊരവസ്ഥ സംജാതമാകും, ബഹുമാനിക്കും. പിതൃസമ്പതോ നീതി ദണ്ഡാധികാരാൽ. പിതാവിൻ്റെ സമ്പത്ത് ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ പൂർവികമായ അച്ഛൻ്റെ സ്വത്ത് ലഭിക്കുക, പാർട്ടിഷൻ കഴിയുക, അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യാപാരം മകൻ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ കർമ്മസ്ഥാനത്തേക്ക് മകൻ്റെയും പ്രസൻസ് ഉണ്ടാവുക. പഴയ നല്ല പേരുള്ള വക്കീലന്മാരൊക്കെ തങ്ങളുടെ മക്കളെ ആ വിഭാഗത്തിൽ പഠിപ്പിച്ച് അവർ അച്ഛൻ്റെ ഓഫീസിൽ കയറിയിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ റിട്ടയർ ആയ അച്ഛൻ എല്ലാവരെയും വിളിച്ച് മകന് അധികാര കൈമാറ്റം നടത്താം. ഈ സമയത്ത് അങ്ങനെയാണ്. പിതൃസമ്പത, അച്ഛൻ്റെ സമ്പത്ത് ലഭിക്കും. സ്വത്ത് മാത്രമല്ല, അച്ഛൻ്റെ പൂർവികമായ എല്ലാ അനുഗ്രഹാശംസകളും ലഭിക്കാൻ പര്യാപ്തരാണ് ഈ ഒരു വാരം മകരൻ രാശിക്കാരെന്ന് അറിയുക. നീതിദണ്ഡാധികാരാൽ. നീതിയും ശിക്ഷയും നടപ്പിലാക്കാൻ നല്ല സമയമാണ്. പലപ്പോഴും നല്ല മജിസ്ട്രേറ്റുകൾക്കൊക്കെ നല്ലൊരു പ്രൊമോഷനോടുകൂടി കയറി വരാനുള്ള ഏറ്റവും നല്ല സമയമാണ്. കൺസൾട്ടൻസി ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ സമയമാണ്. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.